ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് പോണിറ്റെയിൽ കിട്ടുന്നത് എന്നുള്ളതാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്കൊരു 2 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ. ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ 2 മിനിറ്റൊക്കെ മതിയാവും. അപ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റിയ ഹെയർ സ്റ്റൈലാണ് ഇതൊക്കെ. അതുപോലെ നമുക്ക് ഫംഗ്ഷനൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഫസ്റ്റ് മുടി നല്ലപോലെ ചീകി വൃത്തിയാക്കി കൊടുത്തു. എന്നിട്ട് എങ്ങനെ സെൻറ്റർ പാർട്ടീഷൻ എടുത്തു. എന്നിട്ട് സെൻറ്ററിലുള്ള ഇതുപോലെ കുറച്ച് മുടി എടുത്തിട്ട് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കുക. അതിന് ശേഷം നമുക്ക് ഈ ഒരു ബാക്കിലേക്കുള്ള ഈ ഒരു മുടി ഫുള്ളായിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് എടുക്കുക. എന്നിട്ട് ബാക്കിലേക്ക് നല്ല പോലെ കോംബ് ചെയ്ത് കൊടുക്കുക. ബാക്കിൽ കുറച്ച് മുകളിലേക്കാക്കിയിട്ട് തന്നെ കോംബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ കോംബ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു ബണ്ണ് എന്തെങ്കിലും വെച്ചിട്ട് നല്ല പോലെ ടൈറ്റാക്കിയിട്ട് ബൺ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഫ്രണ്ടിലേക്കുള്ള ഈ ഒരു മുടി എടുത്തിട്ട് കുറച്ച് മുടികൾ നമുക്ക് ഫ്രണ്ടിലേക്ക് ഇടണം എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇതുപോലെ 2 സൈഡിലും ഇതുപോലെ മുടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിഷ്ടമുള്ളവർ ചെയ്താൽ മതി. അതിനുശേഷം ബാക്കിലേക്കുള്ള ഈ മുടി ചെറുതായിട്ടൊന്ന് ബാക്ക് കോംബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ബാക്ക് കോംബ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് മുടി കുറച്ചൊരു ഹൈറ്റ് കിട്ടും. അതുപോലെ അത് പതിഞ്ഞിരിക്കില്ല കേട്ടോ. കുറച്ചൊരു ഹൈറ്റിൽ കിട്ടാൻ ഇത് നല്ലതാണ് ഇങ്ങനെ ചീകി കൊടുക്കുന്നത്. വലുതായിട്ടൊന്നും ചീകി കൊടുക്കണ്ട, ചെറിയ രീതിയിലൊക്കെ ഒന്ന് ബാക്ക് കോംബ് ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം ഇത് നല്ലൊരു ടിക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഒരു വർക്ക് കഴിഞ്ഞു. ഇത്രയും ചെയ്താൽ മതി. ഇത് നല്ല പോലെ ഹൈറ്റ് കിട്ടുകയും ചെയ്യും, അതുപോലെ പതിഞ്ഞിരിക്കുകയില്ല. നമുക്ക് ഏത് ഡ്രസ്സിലും ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.